Doctor? Yes, come in. Yes. Oh, ഇന്നലത്തെ ആക്സിഡന്റ് കേസ് കോമ്പൻസേഷൻ ചെക്ക് വേണോ ക്യാഷ് വേണോ എമൗണ്ട് അതല്ല ഞാൻ മേ കം ഇൻ ഡോക്ടർ പ്ലീസ് കം ഇൻ എക്സ്ക്യൂസ് മീ ഇതുവരെ ഡൗട്ട് തീർന്നില്ലേ ഇല്ല ഡോക്ടർ ഞാൻ ലൈബ്രറി മുഴുവൻ നോക്കി എന്നിട്ടും ഓക്കെ ഫോർത്ത് റാക്ക് ലാസ്റ്റ് ഷെൽഫ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് സർജറി ബൈ ക്രിക്ലിൻ റീഡ് ഇൻവേസീവ് സർജിക്കൽ ടെക്നിക്സ് പേജ് നമ്പർ 113 തേർഡ് പാരഗ്രാഫ് താങ്ക് യു ഡോക്ടർ ഷെൽഫിന്റെ മുകളിലാണ് ബുക്ക് ഇരിക്കുന്നത് സ്റ്റൂളിൽ എടുക്കണം യു മേ ഫോം അപ്പൊ എമൗണ്ട് എത്രയാന്ന് പറഞ്ഞേ അതല്ല എന്റെ അങ്കിൾ അങ്കിളിനെയൊക്കെ കൊണ്ടുവരണോ ഇത്രയും ചെറിയ കാര്യത്തിന് എക്സ്ക്യൂസ് മീ Rantac 150 mg Rantac 150 mg 3 times daily okay അപ്പൊ അങ്കിൾ ആരാന്നാ പറഞ്ഞേ എന്റെ അങ്കിൾ ആരാന്ന് ഡോക്ടർക്ക് മനസ്സിലായി കാണില്ല വല്ല മന്ത്രിയോ എം പി ആണോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എക്സ്ക്യൂസ് മീ യെസ് രാവിലെ ലാബ് റിപ്പോർട്ട് കിട്ടിയിട്ട് ഇപ്പോഴാണ് എന്നെ വിളിച്ചു പറഞ്ഞത് സ്റ്റുപ്പിഡ് You find out the blood group and start blood transfusion immediately. സമയത്തിന്റെ വില അറിയാത്ത കഴുതകള് അപ്പൊ അങ്കിൾ ആരാന്ന് പറഞ്ഞേ ഞാൻ ഡോക്ടർ ഡേവിഡ് കുരിശിങ്കലിന്റെ ഡേവിഡ് കുരിശിങ്കലിന്റെ നീസ ഓ സ്റ്റേറ്റ്സിന്ന് സർജറിയിൽ ഗോൾഡ് മെഡൽ എന്റെ കൂടെ കുറച്ചു കാലം പരിശീലനം ഡോക്ടർ ആനി അല്ലേ യെസ് ഇത് നേരത്തെ പറയണ്ടേ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് താങ്ക് യു ഞാനിപ്പോ ജോയിൻ ചെയ്യാൻ വന്നതാ ദാറ്റ്സ് ഫൈൻ But what's the time now? 10:45. That means you are 15 minutes late. ഒരു സർജൻ ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റി ആണ് 10:50 എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് So you come and meet me tomorrow by 8:30 a.m. sharp. Excuse me, doctor. No excuses. ഒരു സർജന് ഒരിക്കലും excuses ഇല്ല. Only precision. Now you may go and come back tomorrow. ആരാന്ന വിചാരം Any problem? No problem. No problem. Good. Good morning, doctor. Good morning. എന്താ ദേവികരാണി ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞോ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കഴിഞ്ഞു വല്ലപ്പോഴുള്ള ഈ നൈറ്റ് ഡ്യൂട്ടി നല്ലതാ മൊത്തത്തിലുള്ള ഈ ഹെവി ബ്യൂട്ടി ഒന്ന് സ്ലിം ബ്യൂട്ടി ആയി കിട്ടും ഇനി എന്നാണ് ഡേ ഡ്യൂട്ടി മറ്റന്നാൾ അയ്യോ അന്ന് എനിക്ക് ഓഫ് ഡ്യൂട്ടി ആണല്ലോ നേഴ്സിന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോ എനിക്ക് ഡേ ഡ്യൂട്ടി നേഴ്സിന് ഡേ ഡ്യൂട്ടി ഉള്ളപ്പോ എനിക്ക് ഓഫ് ഡ്യൂട്ടി അങ്ങനെ മൊത്തത്തിൽ ക്രോസ് ഡ്യൂട്ടി ഇനി നേഴ്സിന് ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ടോട്ടൽ ഡ്യൂട്ടിയും കഴിഞ്ഞ് എന്നാണ് നമ്മൾ ഒരുമിച്ചൊന്ന് നോ ഡ്യൂട്ടി ആകുന്നത് You are a naughty duty doctor. Bye. Bye. എന്താ രാവിലെ തന്നെ നേഴ്സുമായിട്ടൊരു ശൃംഗാരം അയ്യോ ഞാന് അവക്കൊരു ഓയിന്റ്മെന്റ് പുരട്ടി കൊടുക്കായിരുന്നു അല്ല പറഞ്ഞു കൊടുക്കായിരുന്നു വിറ്റ്ഫീൽഡ് അവക്ക് ഒരു ചെറിയ കൃമികടി അല്ല പുഴുക്കടി പുഴുക്കടി എനിക്കെല്ലാം മനസ്സിലായി ഞാൻ ഈ അവസാനം വരെ കാത്തിരിക്കുന്ന വെറുതെയാവും നിങ്ങൾ ആ ദേവിയാരാണെ തന്നെ കെട്ടും എന്താ സുബ്ബു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സുബ്ബമ്മാളുടെ മൂത്ത 3 അമ്മാളുമാര് കെട്ടിപ്പോകുന്നവരെ എനിക്ക് കാത്തിരിക്കാമെങ്കിൽ ഇനി 2 ചേച്ചിമാർ കൂടി വേണ്ടി എനിക്ക് കാത്തിരിക്കാം ഈ അയ്യര് കെട്ടുന്നെങ്കിൽ അത് സുബ്ബമ്മാളിനെ മാത്രമായിരിക്കും ഉറപ്പാണ് ഇനി മേലെ ആ നേഴ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല അത്രേ ഉള്ളോ എന്റെ അമ്മ ശീമാട്ടി അമ്മയാണ് സത്യം ആ നേഴ്സിനെ ഈ കണ്ണുകൊണ്ട് പോലും ഞാൻ നോക്കൂല പിന്നെ നമുക്ക് ക്യാൻറ്റീനിൽ വെച്ച് കാണാം ഞാൻ അത്താന് സ്പെഷ്യൽ തൈര് സാധം പറഞ്ഞു വെച്ചിട്ടുണ്ട് ചെവക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാളും നല്ലത് പല പഴനിയിലും പോയി തല മുട്ട അടിക്കുന്നതാ എന്റെ മുരുക എന്നെ വിളിച്ചോ ഇല്ല മുരുക എന്റെ മുരുക താനിന്ന് ഡോക്ടർ ഡേവിഡിന്റെ നീസിനെ 10 മിനിറ്റ് വൈകിയതിന്റെ പേരിൽ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചില്ലെന്ന് കേട്ടു മോശമായി പോയി ഒരു മോശമില്ല അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്താൽ കറക്റ്റ് സമയത്തിന് വന്നിരിക്കണം അയ്യരേ തുടങ്ങിയില്ലേ വെയിറ്റിംഗ് ശീഘ്രം വാടാ ഏണ്ടാ ഇവളവ് ഡിലേ അറിവ് കെട്ട മുണ്ടാം ബോട്ടിൽസ് ആൻഡ് ഗ്ലാസസ് റെഡി ഓക്കെ യു ക്യാരി ഓൺ എനിക്ക് ചില റിസർച്ച് പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അടുത്ത ജന്മമെങ്കിലും എനിക്ക് ഇദ്ദേഹത്തെ പോലെ ആകണം നോ ഡ്രിങ്ക്സ് നോ സിഗരറ്റ്സ് നോ എ പെർഫെക്റ്റ് ജെന്റിൽമാൻ അതെന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങേര് പറഞ്ഞ ഒരു കാര്യം ശരിയാ തനിക്ക് ആ പെങ്കൊച്ചിനെ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എടോ വിഡ്ഢി അയ്യരെ ആ വിഡ്ഢിയല്ല വീടി
തനിക്ക് ഏതെങ്കിലും ഒരു ചൊറിച്ചിൽ കേസ് നോക്കി ഒരു ഓയിൻമെന്റ് കുറിച്ചു കൊടുത്തിരുന്നാൽ മതി. പക്ഷെ ഞങ്ങൾ സർജൻസിന് ഡിസിപ്ലിൻ വേണം. അതുകൊണ്ടാണ് ഈ VD അയ്യർ MBBS കഴിഞ്ഞതിന് ശേഷം ബുദ്ധിപൂർവ്വം സ്കിൻ ആൻഡ് വീഡിയിൽ MD എടുത്തത്. നോ നൈറ്റ് കോൾസ്, നോ നൈറ്റ് ഡ്യൂട്ടി, നോ ഡെത്ത് കേസസ്. പിന്നെ കുറച്ച് അശ്ലീലം. അതിനല്ലേ ഈ ഗ്ലൗസസ്. Cheers. ശരിയല്ലേ? ടാക്സി, ടാക്സി, ഓട്ടോ. അമ്മാവ, ഇത്തിരി ധൃതിയുണ്ട്. ക്ഷമിക്കണം പ്ലീസ്. ഞാൻ ഹോസ്പിറ്റൽ. പെൺപിള്ളേര് ഹായ്. ആൺപിള്ളേരും കണക്കാ. Excuse me. ചേട്ടാ കാപ്പി. ഡോക്ടർ റോയ് മാത്യു. സിഗ്നേച്ചർ കൊള്ളാം. ശരാ. ഞാൻ കൃത്യം 8:30 AM തന്നെ വന്നു. That's fine. The boss can always be late, but you have to wait. ഇയാൾക്ക് എന്തോ ആണെന്ന് വിചാരം. Any problem? നോ പ്രോബ്ലം. ഒരു സർജന് പങ്ക്ച്വാലിറ്റിയും പ്രിസിഷനും മാത്രം പോരാ. യു ഹാവ് ടു ബി നീറ്റ് ആൻഡ് പ്രസന്റബിൾ ലൈക്ക് മീ. എന്താ രാവിലെ സാധാരണ കുളിക്കാറൊന്നുമില്ലേ? കാർ കേടായി. ലേറ്റ് ആവാതിരിക്കാൻ ഇത്തിരി ഓടേണ്ടി വന്നു. ഓടുന്നത് വളരെ നല്ല എക്സസൈസ് ആണ്. ഓക്കെ, ഈ റേസിൽ ഒപ്പിട്ടിട്ട് എന്റെ കൂടെ റൗണ്ട്സിന് ജോയിൻ ചെയ്തോളൂ. ഫ്രഷ് ആയിട്ട്. ഓക്കെ. തള്ള മരിച്ചുപോയി. ഏതോ വണ്ടി ഇടിച്ചതാ. ഹൗഷി? ഓ, വലിയ ഹോപ്പൊന്നുമില്ല. ഹെർ പൾസ് ഈസ് വെരി വീക്ക്. ദർ ഇസ് സം ഇന്റർണൽ ഇഞ്ചുറി. നിങ്ങളൊക്കെ ഈ കുട്ടിയുടെ ആരാ? ആരുമല്ല, വഴിയിൽ ആക്സിഡന്റ് ആയി കിടക്കുന്ന കണ്ടിട്ട് എടുത്തോണ്ട് വന്നതാ. ഐ സി. സിസ്റ്റർ, ആ ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് ബാൻഡേജ് ചെയ്ത്. ഓക്കെ. നിങ്ങളൊന്ന് വരൂ. ഇതൊരു എമർജൻസി ഓപ്പറേഷൻ കേസാണ്. പക്ഷേ ആക്സിഡന്റ് കേസസ് ഒന്നും ഈ ഹോസ്പിറ്റലിൽ എടുക്കില്ല. നിങ്ങൾ വേഗം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ. ഡോക്ടർ, അത്രയും ദൂരം പോകുമ്പോ ഈ കുട്ടിയുടെ ജീവൻ അല്ല, ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത് പിന്നെ എന്താ വാട്സ് പ്രോബ്ലം? ഏയ് നത്തി. സാർ, ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ട് അത് എടുക്കുന്നില്ല സാർ. ലെറ്റ് മീ സീ. കം. ഡോക്ടർ റോയ്, ഷീ ഈസ് വെരി ക്രിട്ടിക്കൽ. ക്രിട്ടിക്കൽ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ബുദ്ധിയല്ലേ? ഡെത്ത് കേസ് കൂടിയാൽ ഹോസ്പിറ്റലിന്റെ ഗ്ലാമറിന്റെ ഭംഗം, പിന്നെ നമുക്ക് കോടതി കയറേണ്ട മെനക്കേടും. അല്ല, മെഡിക്കൽ ലീഗൽ കേസാകുമ്പോ എന്ത് മെഡിക്കൽ ലീഗൽ കേസ്? ഒരു കുഞ്ഞിന്റെ ജീവൻ മുന്നിലിട്ടുകൊണ്ടാണോ മെഡിക്കൽ ലീഗൽ കേസ്? സേഫ് കേസുകൾ മാത്രം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വിളിക്കുന്നത്? കമാൺ, ബ്രിങ് ഹർ ടു ദി ഓപ്പറേഷൻ തിയേറ്റർ. Move back.
മാറി മാറിക്കേ. ഡോക്ടർ ആ ആക്സിഡന്റ് കേസ് കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതല്ല കുട്ടിയുടെ തള്ള മരിച്ചല്ലോ FIR ഒരു ആക്സിഡന്റ് കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുളിയും ജപവും കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു ഉറക്കവും കഴിഞ്ഞല്ലേ വരൂ ഏമാന്മാരെ. എവിടാന്ന് വെച്ചാൽ ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. എന്നാ സാറേ ഞങ്ങൾ പോയിക്കോട്ടെ. എന്താ ഇത്ര ധൃതി? ഇനിയും ഒരുപാട് ചടങ്ങുകൾ ബാക്കിയുണ്ട്. അത് മാത്രമല്ല ആർക്കറിയാം നിങ്ങൾ തന്നെ ഇടിച്ചിട്ട് നിങ്ങൾ തന്നെ ആശുപത്രി കൊണ്ടുവന്നല്ലെന്ന്. ദേ, അപകടത്തിൽപ്പെടുന്നവരെ കാരുണ്യം തോന്നി ആശുപത്രിയിൽ എത്തിക്കുന്നവരെ കൂടി പ്രതിയാക്കിയ ഒരു കേസെടുപ്പ്. ഇതുകൊണ്ട് തന്നെ പെരുവഴിയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കണ്ടാലും ആരും തിരിഞ്ഞു നോക്കാത്ത. ഇനി ഇതിന്റെ പേരില് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റല്ലേ? ഒരല്പം നന്മ ബാക്കി നിൽക്കുന്ന ഈ യുവതലമുറയുടെ ധാർമ്മിക ബോധം കൂടെ കെടുത്തി കളയല്ലേ സാറേ?